ഒരു പുതുയുഗത്തിന്റെ പിറവിക്കു വേണ്ടി നീ ഉദരത്തിൽ ഗർഭം ധരിച്ചു കൊണ്ടമ്മയാ ശക്തിയായി സമൂഹത്തിന്റെ മാർഗമാ സത്യമാം ധർമ്മമോ ശക്തമാം ധർമ്മമോ. സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും മുൻനിർത്തി സംസ്ഥാന സർക്കാർ ആരംഭിച്ച നൂതന വികസന മാതൃകയായ കുടുംബശ്രീയെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു ദൃശ്യാവിഷ്കരണം. കുടുംബശ്രീ വന്നതോടുകൂടി ഗ്രാമസഭയിലെ സ്ത്രീ സാന്നിധ്യം വളരെയധികം ഉയർന്നിട്ടുണ്ട്. സാധാരണക്കാരായ സ്ത്രീകളുടെ ഈ പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ സമീപകാലത്ത് കണ്ട നമുക്ക് നമ്മുടെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും ഞാനൊരു സ്ത്രീയായിട്ട് മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കും ചെയ്യാം എന്നുള്ള ഒരു നല്ല തൻ്റെ ഇടം വന്നതും നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു കഴിവ് വന്നതും സത്യം പറഞ്ഞാൽ കുടുംബശ്രീ. സ്ത്രീകളുടെ ഒരു സംഘടനാ സംവിധാനത്തിന് പടുത്തുയർത്തി ഈ സ്ത്രീകൾ സുശക്തമായിട്ടൊരു സംഘടനാ സംവിധാനം ഇന്നിപ്പോൾ കുടുംബശ്രീക്കുണ്ട്. കുടുംബങ്ങൾ സുദൃഢമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളുടെ ചാലക ശക്തികളായി മാറിയ കുടുംബശ്രീയെ കുടുംബശ്രീ പ്രസ്ഥാനം 2002 തന്നെ വ്യാപിച്ചു കഴിഞ്ഞു. സ്ത്രീകൾക്ക് ഇന്ന് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുവാനും തൊഴിൽ ചെയ്യാനും റിസ്ക് ഏറ്റെടുത്താൽ വൻ വിജയമാക്കി തീർക്കാൻ കഴിയുമെന്നും എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. നാടിൻ ക്ഷേമ പരികൽപ്പനവും വീടിൻ സ്നേഹദീപം സ്ത്രീയാം ശക്തിയല്ലോ.
നാടിൻ ക്ഷേമ പരികൽപ്പനവും വീടിൻ സ്നേഹദീപം സ്ത്രീയാം ശക്തിയല്ലോ. കാർഷിക മേഖലയിൽ പുത്തനുണർവ് നൽകിക്കൊണ്ട് കേരളത്തിന്റെ തനത് പൈതൃകത്തെ നിലനിർത്താൻ സഹായിച്ച കുടുംബശ്രീയെക്കുറിച്ച്. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി തന്നെ വേണം. ഇതുപോലെ ഓരോ മെമ്പർമാരും അവരുടെ വാർഡുകളിൽ ഇതുപോലെ ഹരിത ഗ്രാമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് സ്വയം പര്യാപ്തത വളരെ പെട്ടെന്ന് നേടാൻ കഴിയും. വയലിൻ്റെ നാടാണ് വയനാട്. കഴിഞ്ഞ വർഷം മാത്രം 4000-ഓളം ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്തി കുടുംബശ്രീയുടെ പ്രവർത്തകർ വിജയകഥകളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അശരണരും ആലംബഹീനരും മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരും ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവരുമായ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ തണലായി മാറിയ കുടുംബശ്രീയെക്കുറിച്ച്. ഇവിടുന്ന് ഒരു കുടം വെള്ളം കൂടി കൊടുന്ന ഒരാൾ തന്നെ അവർക്കൊരു ചായ പൈസ കൊടുക്കണം. അത്രയും ഗതികേടുമല്ലേ. നിങ്ങളൊക്കെ എന്നെ മുതലുകൾ ഞങ്ങളുടെ എല്ലാം നയിച്ചു കിടക്കണം. ഞാൻ നാദിയില്ലാണ്ട് നിങ്ങൾ തന്നെ എനിക്ക് മുന്നിലുള്ളൂ. പിന്നെ ഒരു സഹായവുമില്ല. നിങ്ങളുടെ തോടുകൂടി ഞങ്ങൾ കിടക്കണം. മരിക്കുന്ന വരിയും മരിച്ചാലും നിങ്ങൾക്കുള്ള കടമയല്ലേ. മാനസികവും ശാരീരികവുമായ വളർച്ച എത്താത്തതിനാൽ സാധാരണ കുട്ടികളോടൊപ്പം വിദ്യാഭ്യാസം നിഷേധിച്ച മക്കൾക്ക് ഉന്നമനവും പരിരക്ഷയും ലക്ഷ്യമിട്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച കുടുംബശ്രീയെക്കുറിച്ച്. ഏറ്റവും മഹത്തായിട്ടുള്ളൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിൽ അവർ സന്തുഷ്ടരാണ്. ഒരു ഫോൺ കോളിലൂടെ വീടുകളിലെത്തി മലയാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി ബോധവൽക്കരണം നടത്തി കുടുംബങ്ങളുടെ ജീവസംരക്ഷണം ഏറ്റെടുത്ത കുടുംബശ്രീയെക്കുറിച്ച്. ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെ പ്രമേഹ രോഗവും രക്തസമ്മർദ്ദവും അതുപോലെ ഹൃദ്രോഗബാധയും അതിലേക്കുള്ള അപകട ഘടകങ്ങളുമായിട്ട് അതിൻ്റെ നീരാളി പിടിത്തത്തിൽ അമരുകയാണ്. അവരിലുള്ള രോഗാതുരത ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് ഭാവിയിലുള്ള ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഇല്ലാതാക്കാനായിട്ട് സാന്ത്വനം പ്രവർത്തനത്തിലൂടെ സാധ്യമാകും എന്ന അറിവാണ് ഈ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരമുള്ള മൃഗസന്ദർശന പരിപാടി ഞങ്ങൾ ആരംഭിക്കാൻ കാരണം. സ്വയം പര്യാപ്തതയും സാമ്പത്തിക നേട്ടവും ആർജിക്കുവാൻ
സ്ത്രീജനങ്ങളെ പ്രാപ്തരാക്കിയതിലൂടെ കുടുംബങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിയ കുടുംബശ്രീയെക്കുറിച്ച്. ഞങ്ങൾ ആദ്യമായിട്ടൊരു ബസ് സർവീസ് നടത്താനായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളോട് പറയും, ഞങ്ങളതിന് അനുസരിക്കുകയും ചെയ്തു. സ്ത്രീ കൂട്ടായ്മയാൽ കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള സമൂലമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച കുടുംബശ്രീയുടെ ചരിത്രവും ഘടനയും പ്രാധാന്യവും പ്രവർത്തന ശൈലിയും ഭാവി പരിപാടികളും സമഗ്രമായ രീതിയിൽ വ്യക്തമാക്കുന്ന ചിത്രീകരണം ഞങ്ങൾ സമൂഹത്തിനു മുന്നിൽ ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ജോലിയില്ല എന്ന മുറവിളിയോടെ ജോലി അന്വേഷിച്ച് നടക്കുന്നതേ ജോലിയാക്കി മാറ്റിയ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, കുടുംബശ്രീ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾ മുന്നോട്ട് വരികയാണ്. കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കുടുംബശ്രീ ജന്മമെടുത്തിട്ട് 12 വർഷം തികയുകയാണ്. ഈ അവസരത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് അഭിമാനപൂർവ്വം കുടുംബശ്രീ എന്ന ഈ ഡോക്യുമെന്ററി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ 1.5 വർഷം കൊണ്ട് സന്ദർശിച്ച് അവരെപ്പറ്റി വിശദമായി പഠിച്ച് അവരുടെ പച്ചയായ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി തയ്യാറാക്കിയതാണ് ഈ പ്രോഗ്രാം. ഇപ്പോഴും പാതി മയക്കത്തിലുള്ള കേരള ജനതയ്ക്ക് മുന്നിൽ കേരളത്തിൽ തന്നെ വളർന്നുവരുന്ന സ്ത്രീകളുടെ മാത്രം പ്രസ്ഥാനമായ കുടുംബശ്രീ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ്. ഇവരുടെ പ്രവർത്തനം ഒരു രോമാഞ്ചത്തോടെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. ലക്ഷത്തോളം വനിതകൾ അംഗങ്ങളായുള്ള ഈ മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ ബഹുദൂരം മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഏത് പ്രസ്ഥാനത്തിനും കുടുംബശ്രീയുടെ പ്രവർത്തനം അനുകരണീയമായ മാതൃകയായി തീർന്നിട്ടുണ്ട്. ലോകമേ തറവാട് എന്നൊരു ചിന്താഗതി സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. സ്ത്രീ അബലയല്ലെന്നും അവൾക്കും മഹത്തായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനാകുമെന്നും സാക്ഷ്യപ്പെടുത്തുന്ന ഈ പരിപാടി സ്ത്രീ ശാക്തീകരണത്തിന് പ്രേരണയും പ്രോത്സാഹനവുമായി തീരുന്നു. ഇതിന്റെ തുടർന്നുള്ള പരിപാടികൾ കണ്ട് ഈ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുന്നതിന് കേരളത്തിലെ ഓരോ സ്ത്രീകളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. അർപ്പണബോധത്തോടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച ഈ മഹത്തായ സമാഹാരം തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.